ബ്ലസ് മെഗാ ബൈബിൾ ക്വിസ് 2026 എപ്പിസോഡ് 142 ആൻസർ റിവീലിംഗ് വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ബൈബിൾ പോർഷൻ പറയുന്നു സങ്കീർത്തനങ്ങൾ 87 മുതൽ 90 വരെ, 1 കൊരിന്ത്യർ 9-ാം അധ്യായം മുതൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ആൻസേഴ്സ് റിവീൽ ചെയ്യാണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഏതായിരുന്നു എന്ന് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, സുപരിചിതർ എന്നർത്ഥം വരുന്ന ഒരു പദത്തിനകത്ത് പാഠഭാഗത്ത് പറഞ്ഞിരിക്കുന്ന ഒരു ആയുധത്തിന്റെ പേരുണ്ട്. അർത്ഥവും ആയുധവും ഏതെന്ന് എഴുതുക എന്നുള്ളതായിരുന്നു ചോദ്യം. ഉത്തരം പരിചയക്കാർ. സങ്കീർത്തനങ്ങൾ 88-ന്റെ 18-ലാണ് ഉത്തരം നമുക്ക് കാണാൻ പറ്റുന്നത്. ഇതിൽ ആയുധം എന്നുള്ളത് പരിച. സങ്കീർത്തനങ്ങൾ 89-ന്റെ 18-ലാണ് അത് കാണാൻ പറ്റുന്നത് കേട്ടോ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ദൈവത്തിന്റെ പേരിൽ സന്തോഷിക്കുന്ന 2 പർവ്വതങ്ങൾ ഏവ? ഇതായിരുന്നു ചോദ്യം. ഉത്തരം താബോർ, ഹെർമോൻ. സങ്കീർത്തനങ്ങൾ 89-ന്റെ 12-ലാണ് ഉത്തരം നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, 2 ശരീര അവയവങ്ങൾ ചേർന്ന് വരുന്ന ഒറ്റപ്പദം ഏത്? ഉത്തരം വായ്ത്തല. സങ്കീർത്തനങ്ങൾ 89-ന്റെ 43-ലാണ് ഉത്തരം നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ. നാലാമത്തെ ക്വസ്റ്റ്യൻ, തെക്ക് വടക്ക് ദിശകളെ സൂചിപ്പിക്കുന്ന ഒരു പദം. ഇതായിരുന്നു ചോദ്യം. ഉത്തരം ദക്ഷിണോത്തര ദിക്ക്. സങ്കീർത്തനങ്ങൾ 89-ന്റെ 12-ലാണ് ഉത്തരം നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ. അഞ്ചാമത്തെ ചോദ്യം ഇതായിരുന്നു, കായിക വിനോദമായ ബോക്സിംഗിന്റെ മലയാള വാക്ക് പാഠഭാഗത്തുണ്ട്, ഏതെന്നുള്ളതായിരുന്നു ചോദ്യം. ഉത്തരം മുഷ്ടിയുദ്ധം. 1 കൊരിന്ത്യർ 9-ന്റെ 26-ലാണ് നമുക്കിത് കാണാൻ പറ്റുന്നത്. അപ്പോൾ എല്ലാവർക്കും കറക്റ്റ് ആയിട്ടുള്ള ഉത്തരവും കറക്റ്റ് ആയിട്ടുള്ള റെഫറൻസും കിട്ടിയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ശരി ഉത്തരം അയച്ചിട്ടുള്ള എല്ലാവർക്കും കൺഗ്രാറ്റുലേഷൻസ്. അടുത്ത പോർഷൻസ് പറഞ്ഞു തരാം. സങ്കീർത്തനങ്ങൾ 91 മുതൽ 94 വരെ, 1 കൊരിന്ത്യർ 10-ാം അധ്യായം. ഇതിൽ നിന്നായിരിക്കും ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. എല്ലാവരും വായിച്ച് നന്നായിട്ട് പഠിച്ചു വെച്ചോളൂ. അടുത്ത എപ്പിസോഡിൽ ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. Till then, it's me, Angel, signing off. Bye and take care.